As you are aware, this election is being fought between those who want to destroy the constitution and destroy the democratic structure of our country, and us who want to protect the constitution and protect democracy. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യ പ്രക്രിയയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരാശയധാരയും മനുഷ്യരും തമ്മിലും ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടക്കുന്നത്. The Prime Minister says one nation, one leader, one language, one religion. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഒരു രാജ്യം, ഒരു ദേശം, ഒരു നേതാവ്, ഒരു ഭാഷ, ഒരു മതം. How can you tell the people of Kerala, the people of Tamil Nadu, people of Bengal, people of UP that there will be one language in India? എങ്ങനെയാണ് നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട്, തമിഴ്നാട്ടിലെ ജനങ്ങളോട്, ഉത്തർപ്രദേശിലെ ജനങ്ങളോട്, ആസാമിലെ ജനങ്ങളോട് പറയാൻ സാധിക്കുക ഇന്ത്യയിൽ ഒരേ ഒരു ഭാഷ മാത്രമേ പാടുള്ളൂ എന്ന്? Malayalam is not just a language. It is your history, your tradition, your way of thinking. മലയാളം എന്ന് പറയുന്നത് നിങ്ങളുടെ കേവലം ഒരു ഭാഷ മാത്രമല്ല. മലയാളം എന്ന് പറയുന്നത് മലയാളിയുടെ ചരിത്രമാണ്, മലയാളിയുടെ പാരമ്പര്യമാണ്, മലയാളി ചിന്തിക്കുന്ന രീതിയാണ് മലയാള ഭാഷ. Every Indian language is equally important. ഭാരതത്തിലെ എല്ലാ ഭാഷകളും തുല്യ പ്രാധാന്യമുള്ളവയാണ്. For the Tamils, Tamil is important. For you, Malayalam is important. For the Bengalis, Bengali is important. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് തമിഴ് എന്ന ഭാഷ പ്രധാനമാണ്. മലയാളികളായ നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ബംഗാളികൾക്ക് ബംഗാളി ഭാഷ പ്രധാനപ്പെട്ടതാണ്. How can we expect a mother in Kerala to speak to her children in any other language than Malayalam? നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ ഒരു അമ്മ ആ അമ്മയുടെ കുഞ്ഞുങ്ങളോട് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയിൽ സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും നിങ്ങൾക്ക് എങ്ങനെ കഴിയും? This idea of one nation, one language, one religion, one people, one community, this idea is designed to divide India. ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു മതം, ഒരു സമുദായം, ഒരു ജനത എന്ന ആ ചിന്ത എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. India is many languages, many histories, many cultures, many religions living happily together. ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത ചരിത്രങ്ങളും വ്യത്യസ്ത മതങ്ങളും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം. It is like a bouquet of flowers where all the flowers are different but all of them together are beautiful. ഒരു പൂച്ചെണ്ട് പോലെയാണ്, വ്യത്യസ്ത നിറത്തിലുള്ള പൂവുകൾ ചേർന്ന മനോഹരമായ ഒരു പൂച്ചെണ്ട് പോലെയാണ് ഇന്ത്യ. അതിലെ പല പൂക്കളും വ്യത്യസ്തമാണ്, പക്ഷെ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ പൂച്ചെണ്ട് മനോഹരമാകുന്നത്. അതുപോലെയാണ് ഇന്ത്യയും. And the entire idea of the BJP is to create instability and disharmony in India. ബിജെപിയുടെ പൂർണ്ണ ആശയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അസ്വാരസ്യവും ഈ രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മയെ ഉണ്ടാക്കുക എന്നതാണ് ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. To make one Indian fight with another Indian. ഒരു ഇന്ത്യക്കാരിയെ മറ്റൊരു ഇന്ത്യക്കാരിയുമായി പോരാടാനാണ് അവർ പ്രാപ്തരാക്കുന്നത്. And in the end, if you see, all they do is give away India's wealth to a few people. നിങ്ങൾക്കറിയാമോ അവസാനം അവർ ചെയ്യുന്നത്, ബിജെപി ചെയ്യുന്നത് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും കുറച്ചാളുകൾക്ക് നൽകുക എന്ന് മാത്രമാണ് അവർ ചെയ്യുന്നത്. They divide the country to distract the country, and then all the wealth of the country goes to a few people who are close to the Prime Minister. നിങ്ങൾക്കറിയാമോ അവർ എന്തിനാണ് ഈ രാജ്യത്തെ വിഭജിക്കുന്നതെന്ന്? യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ പ്രധാനമന്ത്രിയുടെ അടുപ്പമുള്ള കുറച്ച് വ്യവസായികൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അവർ ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നത്. Defense projects, infrastructure projects, agriculture, ports, airports, wherever you look, you can find the name Adani.
നിങ്ങൾ പ്രതിരോധ മേഖലയാകട്ടെ, അടിസ്ഥാന സൗകര്യ മേഖലയാകട്ടെ, കൃഷിയാകട്ടെ, വ്യവസായമാകട്ടെ, തുറമുഖമാകട്ടെ, വിമാനത്താവളമാകട്ടെ, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു പേര് കാണാൻ പറ്റും, അദാനിയുടെ പേര്. And every single Indian knows, because if you just look at the share price of Adani shares, you can find that it starts to grow the moment the Prime Minister becomes elected. നിങ്ങൾക്കറിയാവോ, ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും അറിയാൻ സാധിക്കും, അദാനിയുടെ ഓഹരിയുടെ വില നിങ്ങൾ നോക്കിയാൽ അറിയാം. ഈ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന അതേ നിമിഷം അദാനിയുടെ ഓഹരിയുടെ വില വിപണിയിൽ കുതിച്ചുയരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. The central issues in the country are unemployment, price rise, but you will never see this in the national media. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്, വിലക്കയറ്റമാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളെ ഒന്നും നമുക്ക് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. Farmers can block the highways to Delhi, but it will never be visible in the national media. നമ്മുടെ കർഷകർ ഡൽഹിയിലേക്കുള്ള ഹൈവേകളിലെല്ലാം അവർ പ്രതിരോധിക്കും, തടയും, പക്ഷെ അതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കില്ല. Because the national media is fully controlled by the same people Mr. Narendra Modi helps. നിങ്ങൾക്കറിയാമോ, കാരണം ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദി സഹായിക്കുന്ന അതേ ആളുകളാണ്. And so the question arises, what are we going to do about the huge amount of inequality that has been created in our country? ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്താണ്? ഈ രാജ്യത്തുണ്ടായിട്ടുള്ള ഇത്രയും വലിയ അസമത്വം ഇല്ലാതാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? You'll be surprised to know that there are 22 people in this country who have more wealth than 70 crore people. നിങ്ങൾക്കറിയാം, നിങ്ങൾ അതിശയിച്ചു പോകും. കാരണം ഈ രാജ്യത്തെ 70 കോടി ജനങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ധനം ഈ രാജ്യത്തെ വെറും 22 മനുഷ്യരുടെ കയ്യിലുണ്ട്. And there are also 70 crore people in India who earn less than 100 rupees a day. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്ത് 70 കോടി ജനങ്ങളിലധികമുണ്ട്. ഒരു ദിവസം 100 രൂപയിൽ കുറവ് വരുമാനം ലഭിക്കുന്ന 70 കോടിയിലധികം ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. So in fact there are two Indias. സത്യം പറഞ്ഞാൽ ഇവിടെ രണ്ട് തരം ഇന്ത്യയാണുള്ളത്. One India that belongs to the billionaires, ഇവിടുത്തെ ലക്ഷാധിപതികൾക്കും കോടീശ്വരന്മാർക്കും വേണ്ടിയുള്ള ഒരു ഇന്ത്യ, where whatever dream they want to see they can see and fulfill. ഇവിടുത്തെ ലക്ഷാധിപതികൾക്കും കോടീശ്വരർക്കും ഏത് സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കഴിയുന്ന ഒരു ഇന്ത്യ. And the other India where the large mass of Indian people live. മറ്റേ ഇന്ത്യ, രണ്ടാമത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാർ മനുഷ്യർ ജീവിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യ. The poor people, the middle class pay the taxes. നമ്മുടെ സാധാരണ ജനങ്ങൾ, ദരിദ്രരായ ജനങ്ങൾ, അതുപോലെ മധ്യവർഗത്തിൽപ്പെട്ടവർ, അവർ നികുതി കൊടുക്കുന്നു. In fact, the poorest person in India pays exactly the same amount of GST as Mr. Adani does. നിങ്ങൾക്കറിയാമോ, യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ വ്യക്തി അദാനി കൊടുക്കുന്ന അതേ അളവിലുള്ള GST അഥവാ ചരക്ക് സേവന നികുതിയാണ് ഈ രാജ്യത്ത് കൊടുക്കുന്നത്. If the poorest farmer buys a shirt and Mr. Adani buys the same shirt, they will pay exactly the same amount of GST. ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ ഒരു കർഷകൻ വാങ്ങിക്കുന്ന ഒരു ഷർട്ടിന് അദ്ദേഹം കൊടുക്കുന്ന അതേ GST ആണ് അതേ ഷർട്ട് അദാനി വാങ്ങിച്ചാൽ അദ്ദേഹവും കൊടുക്കുന്നത്. And then the entire GST money goes into the hands of the richest 15-20 people. ഈ GSTയിലൂടെ ഇന്ത്യൻ ഗവൺമെന്റ് സമാഹരിക്കുന്ന മുഴുവൻ പൈസയും പോകുന്നത് ഈ രാജ്യത്തെ കുറച്ച് അതിസമ്പന്നരായ മനുഷ്യരുടെ കയ്യിലേക്കാണ്. I'll give you a figure that will shock you. ഞാൻ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഖ്യ നിങ്ങളോട് പറയാം. Over the last 10 years, Mr. Narendra Modi has forgiven 16 lakh crores worth of bank loans of the richest 25 Indians. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്തെ അതിസമ്പന്നരായ 25 ഇന്ത്യക്കാരുടെ 16 ലക്ഷം കോടി വരുന്ന ബാങ്കിലെ ലോണാണ് കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞത്. This is such a large number that when you say it, the average Indian doesn't understand what you mean. ഇതൊരു വലിയ നമ്പറാണ്. ഈ സംഖ്യ എന്ന് പറയുന്നത് ഒരു സാധാരണ ഇന്ത്യക്കാരന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് എന്താണ് ഈ 16 ലക്ഷം കോടി രൂപ? So I will say it to you in a different way. ഞാനൊരു വ്യത്യസ്തമായ രീതിയിൽ അതുകൊണ്ട് നിങ്ങളോട് പറയാം. Mr. Narendra Modi has given 22 people 25 years of Manrega wages.
നിങ്ങൾക്ക് ഞാൻ ലളിതമായി പറഞ്ഞാൽ നരേന്ദ്രമോദി ഈ രാജ്യത്തെ അതിസമ്പന്നരായ 22 പേർക്ക് കൊടുത്തത് 24 വർഷം ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ട പൈസയാണ് ഈ 22 പേർക്ക് നരേന്ദ്രമോദി If you കൊടുത്തിട്ടുള്ളത്. had started Manrega in the year 2000 and you had given all the poor people Manrega for 25 years, that is the amount of money that Mr. Narendra Modi has given to 22 people. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2000-ൽ നമ്മൾ ആരംഭിച്ചിരുന്നെങ്കിൽ ഇന്ന് 24 വർഷം ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ മുഴുവൻ തുകയുമാണ് ഈ രാജ്യത്തെ 22 ഏറ്റവും അതിസമ്പന്നരായ ആളുകൾക്ക് നരേന്ദ്രമോദി കൊടുത്തത്. So there is a direct transfer taking place from the poorest people of India to the richest people of India. ശരിക്കും ഈ രാജ്യത്ത് നടക്കുന്നത് നേരിട്ട് ഈ രാജ്യത്തെ സാധാരണക്കാരിൽ നിന്ന് പൈസ എടുത്ത് ആ പൈസ ഈ രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നതാണ്. Is going to have to take some firm steps to address this inequality. ഈ രാജ്യത്തെ അസമത്വം നേരിടുന്നതിന് ഇനി അധികാരത്തിൽ വരാൻ പോകുന്ന ഗവൺമെന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ്, ഇന്ത്യ മുന്നണിയുടെ ഗവൺമെന്റ് ശക്തമായ തീരുമാനങ്ങൾ ഇതിനു വേണ്ടി എടുക്കേണ്ടിയിരിക്കുന്നു. India has the highest unemployment rate in 45 years. നിങ്ങൾക്കറിയാം ഈ രാജ്യത്ത് 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് എന്നുള്ളത്. So the next government has to have a strategy to destroy unemployment. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതിന് ആവശ്യമായ കൃത്യമായ ഒരു പദ്ധതിയും തന്ത്രവും അടുത്ത ഗവൺമെന്റിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. So I'm here to tell you about a few of the steps that we are planning to take when we come to power in Delhi. ഞങ്ങൾ ഡൽഹിയിൽ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ എടുക്കാൻ പോകുന്ന ഏതാനും പ്രധാനപ്പെട്ട ചില നടപടികളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. Now everybody knows that both men and women work in India. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ നമ്മുടെ ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട്. They go to work in offices, they work in the fields, they work as laborers, and both of them are compensated for that work. അവർ ഓഫീസിൽ പോകുന്നു, അവർ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നു, കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നു, അതുപോലെ തൊഴിലാളികളായി പണിയെടുക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും അവരുടെ ജോലിക്ക് വേണ്ട പ്രതിഫലവും വേതനവും ലഭിക്കുന്നുണ്ട്. But there is a secret that India does not talk about. പക്ഷേ ഇന്ത്യ സംസാരിക്കാത്ത ഒരു രഹസ്യമുണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ. Everybody knows it, but nobody says it. എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. And it is that our men work 8 hours a day, our women work 8 hours a day. But then our women also work 8 hours extra at home bringing up our children. നിങ്ങൾക്കറിയാമോ, പുരുഷന്മാർ 8 മണിക്കൂർ പണിയെടുക്കുമ്പോൾ സ്ത്രീകളും 8 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്ത്രീകൾ വീട്ടിൽ ഇരട്ടി പണി ചെയ്യുകയാണ്. 8 മണിക്കൂർ അധികം പണിയെടുത്ത് സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക എന്ന ജോലി കൂടി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. The men might not like to hear this, but Indian women work twice as hard as Indian men. ഇവിടെയുള്ള പുരുഷന്മാർക്ക് ഇത് കേൾക്കാൻ യാതൊരു താല്പര്യവും ഇഷ്ടവും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇന്ത്യയിലെ സ്ത്രീകൾ ഇന്ത്യയിലെ പുരുഷന്മാരെക്കാളും ഇരട്ടി ജോലി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. And the truth is that Indian women do not get compensated for the 8 hours of work they do at home bringing up their children, cooking the food, looking after their parents. സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കി പാചകം ചെയ്ത അച്ഛനമ്മമാരെ നോക്കി അതിനുവേണ്ടി ഇന്ത്യയിലെ സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് തക്കതായ അംഗീകാരവും പ്രതിഫലവും അവർക്കൊരിക്കലും ലഭിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. I can see all the men are smiling എനിക്ക് കാണാം അവിടുത്തെ പുരുഷന്മാരൊക്കെ ചിരിക്കുകയാണ്. because they know what I've said is the truth. കാരണം അവർക്കറിയാം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ചിരിക്കുന്നത്. So the next government is going to take a revolutionary step to compensate our women for what they do for our country. അതുകൊണ്ട് അടുത്ത ഗവൺമെന്റ്, ഇന്ത്യ മുന്നണി ഗവൺമെന്റ്, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ഒരു പദ്ധതിയുമായി മുൻപോട്ട് വരികയാണ്. And we are going to do 3 things for them. അതിനുവേണ്ടി 3 കാര്യങ്ങൾ, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. The first thing we are going to do is we are going to make a list
of every single Indian family below the poverty line. ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഭാരതത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഓരോ കുടുംബത്തിന്റെയും ഒരു ലിസ്റ്റ് എടുക്കുക, പട്ടിക ഉണ്ടാക്കുക. അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. Since Mr. Narendra Modi has come to power, millions and millions of women and families have fallen below the poverty line. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളും സ്ത്രീകളും ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് പോയിട്ടുണ്ട്. We are going to make a list of every single family. ആ ഓരോ കുടുംബത്തിന്റെയും ഒരു പട്ടിക ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. And then we are going to choose one woman in each poor family in India. ഈ രാജ്യത്തെ ഓരോ ദരിദ്ര കുടുംബത്തിൽ നിന്നും ഞങ്ങൾ ഒരു സ്ത്രീയെ വീതം തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. And then every single year we are going to put 1 lakh rupees directly in her bank account. അത് മാത്രമല്ല, ഈ ദരിദ്ര കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ സ്ത്രീയുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓരോ വർഷവും 1 ലക്ഷം രൂപ ഞങ്ങൾ നിക്ഷേപിക്കാൻ പോവുകയാണ്. 8,500 rupees a month, 1 lakh rupees a year, every single year until the family comes out of the poverty line. ഒരു മാസം 8,500 രൂപ വീതം, ഒരു വർഷം 1 ലക്ഷം രൂപ. അതായത് ഈ കുടുംബം ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ എത്തുന്നത് വരെ ഈ പണം ഞങ്ങൾ നിക്ഷേപിച്ചു കൊണ്ടിരിക്കും. Of course, this is going to go to the family, but it is going to go to the family through the woman. തീർച്ചയായിട്ടും ഈ പൈസ കുടുംബത്തിന് വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ ഈ പൈസ കുടുംബത്തിന് വേണ്ടി പോകുന്നത് ആ കുടുംബത്തിലെ സ്ത്രീയിലൂടെ ആയിരിക്കും എന്ന് ഞങ്ങൾ പറയുന്നു. And please do not think that this is a gift to the women of India. This is not a gift. This is compensation for the hours and hours and hours they spend looking after the future of this country, protecting the future of this country. ദയവ് ചെയ്ത് ഇത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഞങ്ങൾ നൽകുന്ന ഒരു ഗിഫ്റ്റാണ്, ഔദാര്യമാണെന്ന് കരുതരുത്. ഇത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് സ്വന്തം വീട്ടിൽ ഇന്ത്യയുടെ ഭാവി സംരക്ഷിക്കാൻ, കുട്ടികളെ നോക്കാൻ, വീട്ടുകാര്യം ചെയ്യാൻ വേണ്ടി സ്ത്രീകളുടെ കഷ്ടപ്പാടിന്, കഠിനാധ്വാനത്തിന് ഞങ്ങൾ നൽകുന്ന പ്രതിഫലമാണെന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. And we are going to be the first government in the world to do something like this. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന, സ്ത്രീകൾക്ക് അവരുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം നൽകാൻ പോകുന്ന ലോകത്തിലെ ആദ്യ ഗവൺമെന്റായി ഞങ്ങൾ മാറാൻ പോവുകയാണ്. And I guarantee you that after we do it, there will be a line of countries that will be taking this same decision to help their women. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, ഞങ്ങളുടെ അധികാരത്തിൽ വരുന്ന ഇന്ത്യ മുന്നണി ഗവൺമെന്റ് ഇത് നടപ്പിലാക്കിയ ശേഷം ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ നമ്മളെ പിന്തുടർന്ന് ഈ നടപടി എടുക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. The second step we are going to take to help our women is we are going to make sure that Anganwadis and Asha workers pay is doubled. ഞങ്ങൾ രണ്ടാമത്തെ, ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അംഗൻവാടി ആശാ വർക്കേഴ്സിന്റെ ശമ്പളം ഞങ്ങൾ ഇരട്ടിയാക്കാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. Mr. Narendra Modi claims to have passed a bill that proposes reservations in parliament. നരേന്ദ്രമോദി സ്ത്രീകൾക്ക് പാർലമെന്റിൽ സംവരണം ഉറപ്പ് നൽകുന്ന ഒരു നിയമം പാസാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. He did a big function and then told the nation that reservation in parliament and assemblies is going to happen 10 years from now. അദ്ദേഹം ഒരു വലിയ ചടങ്ങ് നടത്തിയിട്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു, പാർലമെന്റിലും നിയമസഭകളിലുമൊക്കെ വനിതാ സംവരണം 10 വർഷത്തിന് ശേഷമാണ് നടക്കാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. We don't need to wait 10 years to give women's reservation in parliament and assemblies. We will do it the moment we come to power. സ്ത്രീകൾക്ക് പാർലമെന്റിലും അസംബ്ലിയിലും സംവരണം നൽകാൻ 10 വർഷം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ നിമിഷം തന്നെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പാർലമെന്റിലും നിയമസഭകളിലും സംവരണം ഞങ്ങൾ ഉറപ്പാക്കിയിരിക്കും. And we will also give 50% reservations to women in public sector units and government jobs. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് ജോലികളിലും 50% സംവരണം ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഞങ്ങൾ നൽകിയിരിക്കും. This will transform the role that women play in the governance of our country. ഈ രാജ്യത്തിന്റെ ഭരണ നടത്തിപ്പിൽ, ഭരണ ചുമതലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം, അവരുടെ പങ്കിനെ മാറ്റിമറിക്കാൻ ഞങ്ങൾ ഈ കൊണ്ടുവരുന്ന നടപടികൾക്ക് സാധിക്കും. Now the next big issue facing the country is unemployment. നമ്മുടെ രാജ്യം നേരിടുന്ന അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. Mr. Narendra Modi did demonetization, passed a flawed GST and introduced the scheme called Agniveer. बड़ी से बड़ी खबर
लेकर राजनीति तक किस नेता ने 5 साल में क्या काम कराया। मिलेगी सबसे पहले हर खबर चेंजिंग फ्यूचर न्यूज पर, जो बदलेगा आपका